ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോലാപ്പി ഗ്രീൻ ലെതർ എന്ന യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം. ആരും കൈയടിക്കാത്തതുകൊണ്ട് ഞാൻ തന്നെ കൈയടിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ കുറച്ച് നടക്കാത്ത ആഗ്രഹങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഒരിക്കലും നടക്കത്തില്ലെന്ന് ഞാൻ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല, അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല. കാരണം അതുപോലെ നടക്കത്തില്ല എന്നാണ് എൻ്റെ ഒരു 100%, 99% നടക്കത്തില്ലെന്നാണ് നമുക്ക് പറയാം. ഫസ്റ്റ് ആഗ്രഹം എന്ന് വെച്ചാൽ എൻ്റെ യൂട്യൂബ് മോണിറ്റൈസേഷൻ ആവണം. മോണിറ്റൈസേഷൻ ആയിട്ട് കുറേ ഡോളർ എനിക്ക് കിട്ടണം, കുറേ. എന്നിട്ട് ഒരു 1,00,000 രൂപ, 1,00,000 അല്ല, 3-4 ലക്ഷം ആയിക്കോട്ടെ. എന്നിട്ട് ആ പൈസ കൊണ്ട് ഞാനെൻ്റെ വീട് പണിയണം. വീട് ഫുള്ള് തേക്കണം. പിന്നെന്താ, തേച്ച് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് വയറിങ് ഫുൾ നല്ല പൊളി വയറിങ്. അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യണം, വയറിങ് ചെയ്ത് കഴിഞ്ഞ് ടൈൽസ് ഇടണം. പിന്നെ അകത്തൊരു ബാത്റൂം ഉണ്ട്, അതൊന്ന് റെഡിയാക്കി എടുക്കണം. അത് ബാത്റൂം റെഡിയാക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ വീട്ടിൽ തന്നെ കുറച്ച് കരകൗശല പരിപാടിയൊക്കെ ചെയ്യണം. പിന്നെ എന്താ, ആ വീട്ടിൽ ഞാൻ പറയാം, ഞങ്ങളുടെ വീട്ടിൽ ആകെ 2 മുറി, ലൈഫിൻ്റെ വീടാണ്. 2 മുറി, ഒരു അടുക്കള, ഒരു ഹാള്, ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഒരു തിണ്ണയൊന്ന് വെളിയിലോട്ട് ഇറക്കിയാൽ ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ അത് ഇറക്കും ആദ്യമേ വീട് പോലും പണിയൊന്നും അറിയത്തില്ല, അപ്പോഴാ തിന്ന തേക്കോന്ന് പോലും അറിയത്തില്ല. നടക്കാത്ത ആഗ്രഹങ്ങളിലൊന്നാണ് ഇത്. പിന്നെ ചിലപ്പോൾ ഇത് നടക്കുമായിരിക്കും. എന്നുവെച്ചാൽ യൂട്യൂബ് മോണിറ്റൈസേഷനായി നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വലിയ പണിയാണ്. അത് നടക്കണമെങ്കിൽ ഞാൻ വല്ല 80 വയസ്സാവണമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോഴത്തേക്കിന് എന്തിനാണ് കേസ് അതൊക്കെ. പിന്നെ പെയിന്റ് അടിക്കണം, നല്ല കിട്ടിക്കാച്ചി പെയിന്റ് അടിക്കണം. പിന്നെ രണ്ടാമത്തെ ആഗ്രഹം, ഞങ്ങളുടെ പാലുകാച്ചി ഗ്രാൻഡായിട്ട് എനിക്ക് നടത്തണം. എന്നുവെച്ചാൽ ഭയങ്കര സെറ്റപ്പായിട്ട്, രാവിലെ ഒരു ഫുഡ്, ഉച്ചയ്ക്ക് ഒരു ഫുഡ്, വൈകുന്നേരം ഒരു ഫുഡ്, അതുപോലെ നടത്തണം. സൂപ്പർ കഴിക്കണം. എൻ്റെ യൂട്യൂബ് മോണിറ്റൈസേഷൻ ആകുമെന്ന് എനിക്ക് ഒരു 99%, 1% ഉറപ്പേ എനിക്കുള്ളൂ. സത്യം പറയാമല്ലോ, 1% ഉറപ്പുള്ളൂ. ആ 1%-ലാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ഇടുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. ഇതാണ് എൻ്റെ നടക്കാത്ത ആഗ്രഹം. ഫസ്റ്റ് മെയിനായിട്ട് ഞാൻ എപ്പോഴും സ്വപ്നം കാണും. എല്ലാ ദിവസവും ഞാൻ സ്വപ്നം കാണും. എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെ ഉറങ്ങുമ്പോൾ സ്വപ്നം കാണും, എൻ്റെ യൂട്യൂബൊക്കെ മോണിറ്റൈസേഷൻ ആയി, എനിക്ക് ഇത്രയും പൈസ കിട്ടി, ഞാനാണെങ്കിൽ വീടൊക്കെ പണിഞ്ഞ്. എപ്പോഴും സ്വപ്നം കാണും, എപ്പോഴും സ്വപ്നം കാണും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ട് ഞാനിങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, എന്താ ഇങ്ങനെ പൈസ കിട്ടി, നീ ഇപ്പം നിനക്ക് ഇത്ര പൈസയൊക്കെ കിട്ടി, നീ വീടൊക്കെ പണിയുവാരി. ഇങ്ങനെ ഞാൻ എന്നെ തന്നെ പറഞ്ഞ് അങ്ങ് പറ്റിക്കുക. ഇങ്ങനെയാണ് ഞാൻ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. അപ്പം ഇതേ ഉള്ളൂ എൻ്റെ നടക്കാത്ത ആഗ്രഹങ്ങളിൽ ഫസ്റ്റ്. ഇനി എൻ്റെ നടക്കാത്ത ആഗ്രഹം നിങ്ങളോട് പറയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ടാൽ മതി, ചേച്ചി വേറെ എന്നെ നടക്കാത്ത ആഗ്രഹങ്ങളുണ്ടോയെന്ന്. എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ടന്റ് ഒക്കെ ഇങ്ങനെ ഒത്തിരി ചെയ്യണം എന്നുണ്ട്. പക്ഷെ ഞാനിവിടെ ജോലി ചെയ്യുകയാണ്, എനിക്ക് അങ്ങനെ കണ്ടന്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാനിവിടെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് സമയം കിട്ടുമ്പോൾ ഒന്നാമത് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് എനിക്ക് ഒന്നാമത് ഉറങ്ങാൻ മാത്രമേ നേരം കിട്ടത്തുള്ളൂ. ഞാൻ വീട്ടിൽ പോയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. വീട്ടിൽ പോയിട്ട് ഇപ്പോൾ 5 ദിവസം വീട്ടിൽ പോയാൽ 4 ദിവസം വീഡിയോ എടുത്തിട്ട് ഒന്നാമത് ഞാൻ റെസ്റ്റ് എടുക്കാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലും. അങ്ങോട്ട് ചെന്നിട്ട് റെസ്റ്റ് ഒന്നും മര്യാദയ്ക്ക് എടുക്കത്തോ പോലും ഇല്ല. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഒക്കെ എടുത്ത് ശരിക്കും എനിക്ക് വയ്യാതാവും. പിന്നെ അവിടെ ചെന്ന് ഈ യൂട്യൂബിന് വേണ്ടി വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടത്തില്ലെന്നേ, ഞാൻ എന്താ എടുക്കാനാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ എടുക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ഈ പണി നിർത്തിയിട്ട് വീട്ടിൽ പോയി നിൽക്കണം. ഞാൻ പണി നിർത്തി എന്തോ കൊടുത്തില്ല. എനിക്കാണെങ്കിൽ ഈ യൂട്യൂബിൽ നിന്നാണെങ്കിലും ഇൻസ്റ്റഗ്രാമിൽ നിന്നാണെങ്കിലും ഫേസ്ബുക്കൊക്കെയാണ് ഇപ്പോൾ എടുത്തേ ഉള്ളൂ. ഇതിനകത്തൊന്നും എനിക്ക് വരുമാനം കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. എനിക്കിതുവരെ പ്രൊമോഷൻ ആണെങ്കിൽ പോലും ഒരു 500 രൂപ, 1000 രൂപ ഒരു മാസം നമ്മുടെ വീട്ടിലെ ചിലവ് നടത്തുന്നത് തന്നെ എത്ര രൂപയാവും. അതിന് തന്നെ ഈ 500 രൂപ, 1000 രൂപ ഞാൻ എന്ത് കൊടുക്കാൻ. അതുകൊണ്ടൊരു ജോലി എപ്പോഴും നമുക്കൊരു സൈഡായിട്ട് വേണം. ആ ജോലി കളഞ്ഞിട്ട് വീട്ടിൽ പോയി ഇതിൻ്റെ കൂടെ സൈഡാക്കി കൊണ്ടുപോയാലും എനിക്കിത് ഈ ഞാൻ പറയാം, ഒരു പണി എന്ന് വെച്ചാൽ എനിക്ക് പറ്റത്തില്ല. നോക്കാം, എന്തായാലും എവിടം വരെ പോകുമെന്ന് നോക്കാമല്ലേ, നമുക്ക് നോക്കാം. എത്ര നാളെ ഞാനിങ്ങനെ വീഡിയോ ചെയ്യുമെന്ന് നോക്കാം. എല്ലാവരും കുറേ കഴിയുമ്പോൾ മടുക്കുമായിരിക്കും. നമുക്ക് നോക്കാം. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തിനാണെന്നറിയോ, എൻ്റെ ഈ ജോലി ഭാരം, വീട്ടിലെ കാര്യം, ഇതെല്ലാം മറന്ന് കുറച്ച് നേരം ഞാൻ എൻ്റെ മൈൻഡ് ഒന്ന് ഫ്രീ ആവാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സത്യമായിട്ടും പറയാം, ഈ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് പണ്ട് മുതലേ വീഡിയോ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അത് നമുക്ക് ഓരോ ഹോബി ഇല്ല. അപ്പോൾ അത് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് സന്തോഷം കിട്ടും. അപ്പം ഞാനെല്ലാം മറന്നിട്ട് ഞാൻ ആ വീഡിയോ ചെയ്യും. അപ്പം അതിനുവേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത്. അതാ എപ്പോഴും ഈ ചെയ്യുന്നത്. അപ്പം ചെയ്യുമ്പോൾ ഒരു 100 വീഡിയോ അങ്ങ് എടുത്തിടും. നമ്മളെ ഭയങ്കര സീന.
അപ്പോൾ ആ വീഡിയോ ഇങ്ങനെ പോസ്റ്റ് കട്ട് ചെയ്ത് ഞാൻ ഇപ്പം തന്നെ കണ്ടോ, ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാൻ പോകും. ഞാൻ എന്നിട്ട് ഒരുങ്ങിയിട്ട് പോലില്ല, പാട്ടക്കോലത്തില്ല. എനിക്ക് മറ്റേ ഭയങ്കര സെറ്റപ്പിൽ ഒരുങ്ങിയൊന്നും അങ്ങനൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റത്തൊന്നുമില്ല ഗൈസ്. ഞാൻ നല്ല മേക്കപ്പ് ചെയ്താലും ഞാൻ എന്തെങ്കിലും ഒന്ന് അതിനകത്ത് കുളമാക്കും. ഒന്നെങ്കിൽ ഡ്രസ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും. എനിക്ക് ഫുൾ പെർഫെക്ഷൻ, ഫുൾ പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. പണ്ട് മുതലേ എനിക്ക് ഇഷ്ടമല്ല. എന്തെങ്കിലും ഒരു നെഗറ്റീവ് നമുക്കതിനകത്ത് കാണണം, മൊത്തം പോസിറ്റീവായിട്ട് കാര്യമില്ല. അങ്ങനത്തെ സെറ്റപ്പാണ് എനിക്ക്. പിന്നെ ഗൈസ്, ഞാൻ കുറേ സംസാരിച്ചല്ലേ, ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ആളാണ്. നല്ലോണം സംസാരിക്കും. ഇങ്ങനെ സംസാരിക്കാൻ ഇഷ്ടമാണ് എനിക്ക്. പക്ഷെ ഞാൻ എല്ലാവരോടും സംസാരിക്കത്തില്ല കേട്ടോ. എനിക്കൊരു ഇത് കിട്ടണം, ഒരു നാക്ക് കിട്ടണം. എന്തി കഴിഞ്ഞാൽ പിന്നെ തീർന്നു. സത്യം പറഞ്ഞാൽ എനിക്കിവിടെ അങ്ങനെ ഒരു സംഭവം കിട്ടിയിട്ടില്ല. ഒരാളോട് ഇങ്ങനെ ഞാൻ ഇപ്പം അങ്ങനെ അധികാരോടും മിണ്ടാറില്ല. ഞാൻ പണ്ടത്തെ പോലൊന്നും അല്ല കഴിച്ചു. ഞാൻ ഇങ്ങനൊന്നും ആയിരുന്നില്ല. എനിക്ക് എത്ര പറയാൻ പണ്ടത്തെ പോലൊന്നും അല്ല. ഞാൻ ഒത്തിരി മാറി. ഇതുപോലൊന്നും ആയിരുന്നില്ല. ഞാനെന്നെ ആക്റ്റീവായിരുന്നു അറിയോ. അയ്യോ, എല്ലാം മാറിപ്പോയി, എല്ലാം. അപ്പം ഗൈസ്, അപ്പം എൻ്റെ വീഡിയോ കാണുന്നവർ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽബട്ടൺ അമർത്തുക. പിന്നെ നിങ്ങളിങ്ങനെ ഓടിച്ചു വിട്ട് കാണണ്ട കേട്ടോ. നിങ്ങളിങ്ങനെ പയ്യെ ജസ്റ്റ് ഒന്ന് കാണുക. ഒന്നുമില്ല, വാച്ചിങ് അവരെങ്കിലും കേട്ടണേ. ആകെ ഇടയ്ക്ക് മുട്ടാ വീഡിയോ ഇടുന്നത്, അതിനെങ്കിലും കേട്ടണേ. എന്നാ പണിയാണ് കാണിക്കുന്നത് ഗൈസ്. തെറ്റാ ബേബി. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ, എന്തെങ്കിലും വീഡിയോ സജഷൻ ഉണ്ടെങ്കിൽ. എന്തെങ്കിലും ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും വീഡിയോ ഒരെണ്ണം എന്ന് വെച്ചാൽ ഒരെണ്ണം ഒരാളിങ്ങനെ കമൻറ്റ് ചെയ്തായിരുന്നു. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും സെറ്റപ്പ് ഒന്ന് കമൻറ്റ് ചെയ്യണേ പ്ലീസ്. പിന്നെ കമൻറ്റിന് എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ, എന്താണെന്ന് എനിക്കും അറിയത്തില്ല. പക്ഷെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, എനിക്കതൊന്ന് നോക്കാൻ, എന്നിട്ട് ഞാൻ ചെയ്യാം. ഓക്കെ ഗൈസ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൾ ആക്കി വെക്കുക. പിന്നെ ഇങ്ങനെ നീക്കി കാണണ്ട, മര്യാദയ്ക്ക് ഇരുന്ന് കാണണേ. പിന്നെ ലൈക്ക് ചെയ്യുക. ബൈ, ടാറ്റ.